പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. സോ ഗായ്സ്, അപ്പം എൻ്റെ ഈ ട്രോളിയുടെ എൻട്രി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഒരു ഇത് മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ടൂർ പോവാണ്. ടൂർ മീൻസ് അങ്ങനെ ഫാമിലി ടൂറല്ല, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കോളേജ് ടൂർ. എൻ്റെ ഫസ്റ്റ് വ്ലോഗ് എനിക്ക് എൻ്റെ ഫസ്റ്റ് കോളേജ് ടൂറും ഒരേപോലെ ഒന്ന് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു തോട്ട് വന്നാണ് എടുത്തത്. ഫസ്റ്റ് ടൂർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടു 10th ലൈഫും പിന്നെ +1 +2 ഒന്നും ടൂർ ഇല്ലായിരുന്നല്ലോ. ഫസ്റ്റ് 10 കോളേജിൽ ടൂറില്ല. പിന്നെ +1 +2 പോയ കോളേജിൽ കൊറോണ ടൈമായിരുന്നു. അപ്പം അപ്പോഴും ടൂർ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കോളേജും സ്കൂളും എല്ലാ ലൈഫിൽ വെച്ചിലും ഫ്രണ്ട്സിൻ്റെ അവിടെ പോകുന്ന ടൂർ ഫസ്റ്റ് ടൈമാണ്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എനിക്ക് ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതൊരു 5 day ട്രിപ്പാണ്, വലിയ ലോങ് ട്രിപ്പൊന്നുമല്ല, ഒരു മാക്സിമം ഒരു 5 day ട്രിപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് വ്ലോഗായിട്ട് ഇടാം എന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ബാഗൊക്കെ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നാളെയാണ് ടൂർ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ലൈക്ക് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതൊക്കെ ഒരു വ്ലോഗിനെ പറ്റിയില്ലെങ്കിൽ കൂടെയും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഈ കാക്കയുടെ ശബ്ദം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ എണീച്ചതേ ഉള്ളൂ. എണീച്ചെന്നെ എനിക്ക് എണീച്ചെന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഫസ്റ്റ് ടൈമല്ലേ പോകും. ഞാൻ യൂഷ്വലി ഫാമിലിയുടെയും കസിൻസിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ലൈക്ക് നമുക്കറിയാം, അവരെ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പണ്ടോട്ടെ കാണുന്ന ആൾക്കാരൊക്കെ. പക്ഷേ ഇത് ഇവരൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മിങ്കിളാവുന്ന ടൈമൊക്കെ അല്ലേ, അപ്പം എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടി ഒരു ഇത്. സോ നിങ്ങൾ മോർണിംഗ് ഹോട്ട് വാട്ടർ കുടിക്കുന്ന ആൾക്കാരാണോ? എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോട്ട് വാട്ടർ വെച്ചിട്ടാണ്. ഫീൽസ് ലൈക്ക് ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഒരു ഹോട്ട് വാട്ടർ കുടിച്ച് തുടങ്ങും. ഞാനുണ്ടല്ലോ കോളേജിലേക്ക് പോകുമ്പോൾ പിള്ളേരെല്ലാവരും കോളേജിൽ ഒരു പ്രാവശ്യമെങ്കിലും ടൂറ് സ്കൂളിൽ പോയിട്ടുള്ളവരായിരിക്കും. ഞാൻ മാത്രമാണ് ടൂറേ പോവാത്ത ഒരാൾ. എനിക്ക് ടൂറ് പോകാത്തതെന്ന് വെച്ചാൽ പോകാൻ പറ്റാത്തതുകൊണ്ടല്ല, എനിക്ക് ടൂറ് വന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ പോയേനെ, പക്ഷേ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും അവരൊക്കെ പറയും, ഞാൻ അന്ന് ടൂറ് പോയപ്പോൾ ഇന്ന സാധനം എടുത്തില്ല, അതെടുത്തില്ല, ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ സ്കൂൾ ടൂറ് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഉള്ള ഡ്രസ്സ് അതെടുത്തു. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതി വെച്ച് ഞാൻ മാർക്ക് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും മറന്നോ, എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇനി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഈ കോളേജ് ടൂറിന് ആക്ച്വലി നമ്മുടെ കോളേജിൽ നിന്ന് പിള്ളേർ കുറവാണേ. ഒരു പഴം കൂടെ കിട്ടി ഗൈസ്. ഞാൻ താഴെ പോയിട്ട് വന്നപ്പോൾ ഒരു പഴം കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തായിരുന്നു, അപ്പം ഞങ്ങൾ പോകുന്നത് കർണാടക റീജിയൻസ് ഒക്കെയാണ്. ഭയങ്കര ലോങ് ഒന്നുമല്ല, ലോങ് ആണ്. പക്ഷേ ഇങ്ങനെ ചില പിള്ളേർ മണാലി അവിടെയൊക്കെ പോകും. നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് അവിടെ അലൗഡ് അല്ല. എന്തേ അപ്പം ഈ ചെറിയ കർണാടക, ചിക്മംഗ്ലൂർ, പിന്നെ മൈസൂർ, പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ടുമില്ല. എൻ്റെ കോളേജിലെ പിള്ളേർ അവർ 10th ക്ലാസ്സിൽ മൈസൂർ പാലസിലൊക്കെ അവരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അതും ന്യൂ പ്ലേസാണ്. ഞാൻ അവിടെയും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവിടെയും ഞാൻ പോയിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്കെല്ലാം ന്യൂ പ്ലേസാണ്. അപ്പം എക്സ്പ്ലോർ ചെയ്തതിന് ഞാൻ ഇത്രയും വർഷവും എൻ്റെ കോളേജ് ലൈഫിൽ 3rd ഇയർ വരെ ഫാമിലി ആയിട്ട് കസിൻസായിട്ടൊക്കെ ടൂറ് പോയി അവരായിട്ടിരുന്ന് എനിക്ക് ഇതൊരു സെപ്പറേറ്റ് ആയിട്ടൊരിതല്ലേ. അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഭയങ്കര ലോങ് ബസ്സിലാണേ പോകുന്നത്. ബസ്സിൽ മിഡ്നൈറ്റ് ആകുമ്പോൾ നമ്മൾ കയറിയിട്ട് മിഡ്നൈറ്റ് ഫുൾ മൈസൂരാണ് സ്ട്രെയിറ്റ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ബസ്സിനകത്താണ്. അപ്പം അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ എക്സൈറ്റ്മെൻ്റൊക്കെ അവിടെ കണ്ടാൽ എൻ്റെ മുഖം എന്താ ഓക്കെ അതെ. പക്ഷെ എനിക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോളേജിൽ അത്ര ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സോ അങ്ങനെ ഇല്ല. ആക്ച്വലി ഞാൻ കോളേജിൽ പോകുന്നത് വളരെ കുറവാണ്. വല്ലപ്പോഴും പോകും. പക്ഷെ എല്ലാവരോടും ഞാൻ സംസാരിക്കാറും ഒരു ചിറ്റ് ചാറ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ അത് ഇപ്പോഴാണ് സെക്കൻഡ് ഇയർ വരെ
അങ്ങനെ മിണ്ടാറില്ല. കാരണം വെച്ചാൽ ക്ലാസ്സും ഇല്ല, ഞാൻ പോവാറുമില്ല. അങ്ങനെ ഇപ്പം തന്നെ 2 കണ്ടോണേഷൻ അടിച്ച അടുത്ത റോളോട്ടം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പാവം എന്തോ നിർമ്മം കോളേജ് വൈബ് ഇല്ലാത്തതുകൊണ്ടാണോ പോകാത്തതെന്ന് വെച്ചാൽ എല്ലാ കോളേജും വൈബാണ് ഗൈസ്. അത് നമ്മൾ എടുക്കുന്ന രീതിയാണ്. ഇപ്പം എനിക്കതിന് താല്പര്യമെന്ന് വെച്ചാൽ വേറെ പിള്ളേർക്ക് വൈബ് കോളേജായിരിക്കും, പക്ഷെ എന്തോ ഞാൻ കണക്റ്റായി വന്നില്ല, അതുകൊണ്ടുള്ളൊരു വിഷയമാണ് ഇത്. ഈ ഒരു ട്രിപ്പ് എനിക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഹാപ്പിനെസ് തരുന്നതെന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സംസാരിക്കാനും എനിക്കിനി അവിടെ പോയിട്ട് എൻ്റെ ബെഡിൽ കിടക്കാൻ പറ്റൂല. എന്തായാലും അടുത്ത് സംസാരിച്ച് ലൈക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം യെസ്, അങ്ങനെ എക്സൈറ്റഡ് ആണ് ഞാൻ. പിന്നെ എന്താ എടുത്ത് വയ്ക്കുന്ന സാധനങ്ങൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ട്രിപ്പല്ലേ, അപ്പം 4 ജോഡി ഡ്രസ്സ്, 4 ജോഡിയാണോ 5 ജോഡിയാണോ എത്രയും എടുത്ത് വയ്ക്കാം. പിന്നെ ഇന്നോവേഴ്സ്, പിന്നെ ഹോം വെയർസ് എന്ന് പറയുമ്പം ഞാൻ ബുക്കിൽ നോക്കട്ടെ. ഹോം വെയർസ് എന്ന് പറയുമ്പോൾ അവിടെ ഹോട്ടലിലും റിസോർട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. ഹോം വെയർസും ഇന്നോവേഴ്സും പിന്നെ സ്വിം വെയർസ് വേണം എന്ന് പറഞ്ഞു. എനിക്കിവിടെ സ്വിം സ്യൂട്ട് ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. സ്വിം വെയർസായിട്ട് നൈലോണിൽ എന്തെങ്കിലും ഇതെടുക്കാമല്ലോ. പിന്നെ ഞാൻ ക്യാപ്പ് വാങ്ങിച്ചാലോ അച്ഛനും ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ക്യാപ്പൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനത്തെ ഷോപ്പുകളുണ്ട്, ക്യാപ്പ് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ, ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകണമെന്ന് ചോദിച്ച്. അപ്പം അങ്ങനെ ചെയ്യാമല്ലേ. പിന്നെ ഫേസ് വാഷ്, ബോഡി വാഷ്, പിന്നെ ഏറ്റവും കാര്യം വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു ഐഫോൺ യൂസർ അല്ലെങ്കിൽ ആപ്പിൾ യൂസറാണെങ്കിൽ ചാർജർ എടുത്ത് വയ്ക്കുക. ചിലപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരാൾക്കില്ലെങ്കിൽ വേറെ ആളുടെയും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ മറക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മറക്കില്ലായിരിക്കാം. പിന്നെ എയർപോഡ്സ് വേണമെങ്കിൽ എയർപോഡ്സ്. പിന്നെ വേസ്റ്റ് ബാഗ് ഞാൻ ഓർഡർ ചെയ്തു, ഒരു വേസ്റ്റ് ബാഗ്, അത് ഇതുവരെ വന്നില്ല. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടുന്ന സ്ലിംഗ് ബാഗ് പോലത്തെ ബാഗിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മറ്റേ ഫോണും ഹെഡ്സെറ്റോ അല്ലെങ്കിൽ എയർപോഡ്സോ എന്തെങ്കിലും ആ ബാഗിനകത്ത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഗൈസ്, ഈ കുട്ടി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അയ്യോ ഡിസ്റ്റർബ് മീ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഹീറോ ആവാൻ വന്നതാണോ? ആണോ? അപ്പം നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങിയാലോ. അങ്ങനത്തെ ആവശ്യമുള്ള കുറച്ച് മേക്കപ്സ് അല്ല, ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണേ. പിന്നെ ഇതെൻ്റെ ഇന്നോവേഴ്സ് ആണ്, ഫുൾ ഇന്നോവേഴ്സ് കാര്യങ്ങൾ ഇതിലോട്ട് വെക്കാം. ഞാൻ എടുത്ത് വെച്ചത് ഇതിനകത്ത് ഞാൻ മറക്കാതിരിക്കുക എന്തോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ട്രൈപോഡ്, മിനി ട്രൈപോഡ്, എന്തെങ്കിലും ഷോർട്സ് എടുക്കാൻ വേണ്ടി ആവശ്യം വരുമെന്ന് വിചാരിച്ചെടുത്തതാവും. ഡ്രസ്സും പിന്നെ പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഉള്ള ഹാറ്റ്, സ്വിം സ്യൂട്ടിന് ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. പിന്നെ ഒരു ഐ മാസ്ക്, എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ വരുവാണെങ്കിൽ ഇതിനകത്തൊരു കൂളിംഗ് സാധനമുണ്ട്, ഒരു ബ്ലൂ കളർ, കാണാൻ പറ്റുമോ? അപ്പം ഇത് ഇട്ടോ കിടന്ന് ഉറങ്ങാനായിട്ട് 3 സാധനങ്ങൾ ഞാൻ എടുത്തു ഇപ്പോൾ. ടൂത്ത് ബ്രഷ്, പിന്നെ ടങ് ക്ലീനർ, പിന്നെ ഇതിൻ്റെ ബോഡി വാഷ് കുളിക്കാൻ, പിന്നെ ഇത് ഫേസ് വാഷ്. സ്കിൻ കെയറിൽ ഈ ഫേസ് വാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. തുടച്ച് വയ്ക്കാൻ. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വ്ളോഗാണ്. ഞാനൊരു മെയിൻ ക്യാരക്ടറായിട്ട് ഒരു വ്ളോഗ് എടുക്കുന്ന ഫസ്റ്റ് ടൈമാണ്. സോ എത്ര വിയേർഡായിരിക്കും, എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. കിളികളുടെ ശബ്ദം ഗൈസ്, പ്ലീസ് ഇഗ്നോർ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ സാധാരണ ഞാൻ രാവിലെ എണീക്കാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ എണീച്ചുകൊണ്ട് ഈ ശബ്ദങ്ങളൊക്കെ ഇപ്പം അടച്ചു. ഇനി ലീക്കും ആവത്തില്ല. ഞാൻ ഇന്നലെ എന്തോ ഒരു ബോഡി വാഷ് ഓർഡർ ചെയ്ത് ആക്ച്വലി ടൂറ് പോകാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പോഴത്തേക്കും അവർ വിളിച്ച് പറയുക നിങ്ങളെ ബോഡി വാഷ് പൊട്ടിയിട്ട് ലീക്കായി, ഇതിനി ക്യാൻസൽ ചെയ്യാനേ പറ്റത്തുള്ളൂ, അതേ ഇത് വേണോ, പൊട്ടിയത് തന്നെ തരണോ എന്നൊക്കെ.
അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഫുൾ ലീക്കായി, വിഷയമായി. ബോഡി വാഷൊക്കെ പൊട്ടുമായിരിക്കും, ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ലേ, ചിലപ്പോൾ അവർ മാനേജ് ചെയ്യുന്ന രീതിയും കൊണ്ടായിരിക്കാം. സോ അങ്ങനെ. പിന്നെ ഇത് ഫേസ് വാഷ്. ഈ ഒരു ബാഗില്ലേ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മീഷോന്നാണ് മേടിച്ചത്. നല്ല യൂസ്ഫുൾ ആണ്. ഇതേപോലത്തെ ഒരു ബാഗ് എക്സ്ട്രാ ഇവിടെ നിങ്ങൾ വെച്ചു, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ലോണ്ട്രി നമ്മൾ ഉപയോഗിച്ച് ഇന്നേഴ്സും ഡ്രസ്സസൊക്കെ ഇതിനകത്തിട്ട് മാറ്റി വെക്കാമല്ലോ. പിന്നെ എല്ലാം കൂടെ മിക്സ് ആക്കി ഒരു ഡൈജസ്റ്റ് ഒരു സ്മെല്ല് വരുന്നതിനേക്കാൾ മാറ്റി വെക്കാം. ഓക്കെ. എനിക്ക് ആക്ച്വലി എടുത്ത് വെക്കാനുള്ളത് എൻ്റെ മേക്കപ്പ് സെറ്റ്സ്, ലിപ്സ്റ്റിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കിനി എടുത്ത് വെക്കാനായിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൂറിന് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ആണ്. ഞാൻ എൻ്റെ ബ്രഷും എൻ്റെ ടങ് ക്ലീനറും ബ്രഷും പിന്നെ ബോഡി വാഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്കാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് നാളെ പല്ല് തേക്കാൻ ബ്രഷില്ല, ഇതൊന്നും അത്ര എക്സൈറ്റ്മെൻ്റ് ആണ്, മനസ്സിലായോ. എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനത്തെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൽ കൂടെയൊക്കെ കാണുന്നത്. ഇനി ഇത് തുറന്നൊക്കെ ബ്രഷ് എടുക്കില്ല, വേറൊരു ബ്രഷ് താഴെ എഴുപ്പുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ എനിക്ക് ഇനി എടുത്തു വയ്ക്കാനുള്ള മറ്റേ കമ്മലുണ്ടല്ലോ, കമ്മല്, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഇത് ഞാൻ ഒരു ഹാൻഡ് കഫ് മേടിച്ചാണേ. എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇട്ടിട്ട് കണ്ടോ ഹാൻഡ് കഫ് എങ്ങനെയുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു ഹാൻഡ് കഫാണേ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ടൂറിൻ്റെ തലേ ദിവസത്തെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ. ഐ ഹോപ്പ് യു ഗൈസ് ലവ്ഡ് ഇറ്റ്. സോ എൻ്റെ ഒരു മിനി വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംസാരം, ദ വേ ഐ ടോക്ക്, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ബി വിത്ത് മീ. ജസ്റ്റ് ബി വിത്ത് മീ ഒക്കെ ചൊറിഞ്ഞെന്നാണ്. ജസ്റ്റ് ബി വിത്ത് മീ. സോ യാ, അത്രേ ഉള്ളൂ. ബൈ. എൻ്റെ ട്രോളി വെച്ച് ഞാൻ ബൈ പറയാം. ബൈ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.